നാളുകൾക്ക് ശേഷമാണ് ഒരു ഡേ മൈ ലൈഫായിട്ട് ഞാൻ വീണ്ടും തിരിച്ചെത്തുന്നത് കേട്ടോ. ഒരുപാട് ബിസിയായിട്ടും ഒരുപാട് മടിയായിട്ടും ഒരുപാട് ടെൻഷനായിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് കേട്ടോ. സ്വാഭാവികമാണ്, ടെൻഷൻ എല്ലാവർക്കും വരുന്നതാണ്. എന്നാലും ഇന്ന് രാവിലെ മുതൽ ഞാനൊന്ന് എനർജറ്റിക്കായിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ കിച്ചണിൽ കയറിയപ്പം ചൂടോട് കൂടിയിട്ട് രാവിലെ വെറും വയറ്റിൽ ഒരു കട്ടൻ ചായ കുടിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ കട്ടൻ ചായയും പിന്നെ കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോഴിമുട്ട പുഴുങ്ങിയതും മക്കൾക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പുറത്തുനിന്നാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു തലേന്ന്. അതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഒരു വഴിയില്ല കേട്ടോ. ഇന്നും നമ്മൾ വീട്ടിൽ നിന്നാണല്ലോ ഫുഡ് കഴിക്കൽ, ഒരു ചേഞ്ചൊക്കെ വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്ത് പോയിട്ട് പൊറാട്ടയും അതേപോലെ പൊരിച്ച പത്തിരി ഉണ്ട്, അതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോട്ടി ഫ്രൈ ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ കോഴിമുട്ട പുഴുങ്ങിയതും ചായ ആയതുകൊണ്ട് തന്നെ നേരം വൈകിയതൊന്നും നമ്മൾ അറിയുന്നേ ഇല്ല കേട്ടോ. അങ്ങനെ എന്താ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പ്ലേറ്റിലാക്കിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരുങ്ങാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് ഫുള്ള് ക്ലീനിങ്ങിന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് വേഗം എന്താ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പൊരിച്ച പത്തിരിയും അതുപോലെ ബോട്ടിൻ്റെ ഫ്രൈയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കൂടെ ഞാൻ കട്ടൻ ചായയും കൂടി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കേകി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ മൊത്തം ക്ലീനിങ്ങിന് ഇറങ്ങിയിട്ടുള്ളത്. ഇതാണ് കേട്ടോ ഇപ്പോൾ വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രക്കും അലങ്കോലമായിട്ടുണ്ട്. ഇത് മൊത്തം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നല്ല സെറ്റാക്കിയിട്ട് വെക്കണം കേട്ടോ. കുറേ ദിവസമായിട്ട് മടി തന്നെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാനുള്ള ആ ഒരു ഇതുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് എല്ലാം ചെയ്യാനുള്ള ആ ഒരു എന്താ പറയുക മടിയൊക്കെ ഒന്ന് മാറി കിട്ടിയത്. അപ്പോൾ ഇതുപോലത്തെ ബോക്സിലൊക്കെ കുറേ വേണ്ടാത്ത കുറേ പേപ്പറുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മാറ്റി പിന്നെ നമ്മുടെ ഷോക്കേസ് ഒന്ന് വൃത്തിയാക്കി വെച്ചു കേട്ടോ. ലാസ്റ്റ് ഈ റൂമൊന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്, അതും ഡീപ്പായിട്ട് കേട്ടോ. തന്നെ റൂമിലെ ഷോക്കേസ് റെഡിയാക്കി. രണ്ടാമത് ഞാൻ ചെയ്തിട്ടുള്ളത് ഫാൻമേലൊക്കെ അത്യാവശ്യം നല്ല പോലെ പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കട്ടിലിൻ്റെ മുകളിലുള്ള ബെഡൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ കസാര വെച്ചിട്ടാണ് കേട്ടോ കയറി നിന്ന് ചെയ്യുന്നത്. പിന്നെ മാറാല തട്ടാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചൂല് വെച്ചിട്ട് തന്നെ മാറാലൊക്കെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പൊടിയുണ്ട്. ഈ പൊടി ഞാൻ ശ്വസിക്കുന്നതിനനുസരിച്ചിട്ട് എന്തായാലും ഇന്ന് മുതൽ എനിക്ക് അലർജി തുടങ്ങും കേട്ടോ. കാരണം എനിക്ക് അലർജീൻ്റെ പ്രശ്നം നന്നായിട്ടുണ്ട്. അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല, കാരണം നമുക്ക് ഡീപ്പായിട്ട് ക്ലീനാക്കി നമ്മളെപ്പോഴും നല്ല വൃത്തിയായി വെക്കാനാണ് കേട്ടോ ഞാൻ ആഗ്രഹിക്കാറുള്ളത്. അങ്ങനെ റൂമൊക്കെ മൊത്തം ഒന്ന് അടിച്ചുകൂട്ടി വാരാന്ന്. പിന്നെ കൂടുതലായിട്ട് ടോയ്സാണ് കേട്ടോ. ഈ ടോയ്സുകളൊക്കെ നമ്മൾ അടിച്ചു വാരുന്ന കൂട്ടത്തിൽ അങ്ങോട്ട് അടിച്ചു വാരി കൊണ്ടുപോവുകയാണേ. പിന്നെ ഉള്ളത് ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ഒന്ന് റെഡിയാക്കണം. അതിനിടയിൽ ജനലിൻ്റെ ഭാഗത്തും കുറച്ചും കൂടിയും എന്താ പറയുക വാറാലിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി ലാസ്റ്റ് നമ്മുടെ ബ്ലാങ്കറ്റ് തന്നെയാണ് ബെഡ്ഷീറ്റായിട്ട് വിരിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചാലേ നമ്മളെ പണികൾ പെട്ടെന്ന് തീരുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ മാക്സിമം നമ്മൾ ഇത്ര ടൈം കൊണ്ട് തീർക്കണം എന്നുള്ളത് ആദ്യം തന്നെ പ്ലാൻ ചെയ്താലേ കഴിയുള്ളൂ കേട്ടോ. നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പണികൾ എന്തായാലും പെട്ടെന്ന് തീരും കേട്ടോ. പക്ഷെ ആ വിചാരിക്കാനുള്ള ആ മടി ഉണ്ടല്ലോ, അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഞാൻ വേഗം ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ലാസ്റ്റ് തലയിണൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു കേട്ടോ. പിന്നെ ഫാനും കാര്യങ്ങളൊക്കെ 2-3 വട്ടം തുടച്ചുകൊണ്ട് തന്നെ അത് നീറ്റായി. അങ്ങനെ നമ്മൾ കിടക്കുന്ന ആ റൂം മൊത്തം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് നല്ലപോലെ സമാധാനമുണ്ട്. പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മടക്കിയിട്ട് നല്ല നീറ്റാക്കിയിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ തന്നെ സമാധാനം. ഇനി ഡൈനിങ് ഹാളിലും പിന്നെ അപ്പുറത്തെ റൂമിലാണ് കേട്ടോ നല്ല പോലെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഡൈനിങ് ഹാളിലുള്ള ഷോക്കേസിൽ അത്യാവശ്യം നല്ല പോലെ മെസ്സിയായി കിടക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒഴിവാക്കാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ഫുള്ള് ഒഴിവാക്കലാണ് കേട്ടോ. കാരണം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പിരിവിനൊക്കെ വന്ന പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒഴിവാക്കും കേട്ടോ. പിന്നെ നിറച്ചായിട്ട് ടോയ്സ് ഉണ്ടായിരുന്നു, ആ ടോയ്സ് ആദ്യം തന്നെ പൊറുക്കി വെച്ചു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ നിലം കാര്യങ്ങളൊക്കെ നല്ല പോലെ അടിച്ചാരിയിരിക്കുന്നത്. ഇത്രയും പൊടികളും ഇത്രയും ചമ്മലുകളൊക്കെ റൂമിനുള്ളിലും അകത്തൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത്. കാരണം ഡീപ്പായിട്ട് ക്ലീൻ ആക്കുന്ന സമയത്ത് ഇത്രത്തോളം നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഈ പേപ്പറും കാര്യങ്ങളൊക്കെ മക്കളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വരച്ചിട്ട് ഒഴിവാക്കുന്നതാണ് കേട്ടോ. അത് ചിലപ്പം സോഫൻ്റെ അടിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ മൂലക്കിലുണ്ടാവും, നമുക്കത് കിട്ടില്ല. ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്താണ് നമ്മളതെല്ലാം കിട്ടുക കേട്ടോ. അങ്ങനെ നിലം കാര്യങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് അടിച്ചാരിയെടുത്തു. ലാസ്റ്റ് നമ്മൾ തുടച്ചെടുക്കുകയാണ്. ഇന്നത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും.